ഹായ്, സുഖല്ലേ? നല്ല ചൊടിയും ചുണയൊക്കെയുള്ള ഒരു കുഞ്ഞൻ കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്, മെഴുകറി. വരൂ, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിന് നമുക്ക് പുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു ഉണ്ട പുളി വെള്ളത്തിലിട്ട് വയ്ക്കാറുള്ളൂ. പിന്നെ നമുക്കിതിന് വേണ്ടത് കുറച്ച് വഴുതിനങ്ങയും വെണ്ടയ്ക്കയും പച്ചമുളകുമാണ് കേട്ടോ. ഇത്ര സാധനം മതി. അതെല്ലാം ഒരു കുറച്ച് മതി. ഇതിങ്ങനെ ഒഴിച്ച് കറി പോലെ വെള്ളം പോലെ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ട് സൈഡ് ഡിഷ് പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കൂ, അപ്പോൾ നമുക്ക് ആദ്യം വെണ്ടയ്ക്കയും പച്ചമുളകൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാറുള്ളൂ. അപ്പോൾ ആ വലിയ വഴുതിനിങ്ങയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, പകുതി പോലും ഇല്ല കേട്ടോ, കാൽഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കഴുകാം. ഇനി നമുക്ക് പുളിയും പിഴിഞ്ഞ് വയ്ക്കാം. നന്നായിട്ട് പുളി കലക്കി പിഴിഞ്ഞ് വയ്ക്കാറുള്ളൂ. അപ്പോൾ പുളിയും ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്കയുടെ വാലും തലയൊക്കെ കളഞ്ഞു, തല കളഞ്ഞില്ല, വാല് കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചു. പിന്നെ നമ്മുടെ പച്ചമുളക് ഞെട്ടി കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കീറി ഇടണമല്ലോ. ഈ മുളക് എനിക്കിവിടെ കിട്ടില്ല, ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ട് തന്നതാണ്. അത് കാരണം ഇത് കഴിയണ വരെ എല്ലാ കറിയിലും ഈ മുളക് തന്നെയായിരിക്കും. ഈ കറിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ സാധാരണ കടുക് മുളകൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ കൂട്ടാൻ ഓഫ് ചെയ്യില്ലേ ചെയ്യുക. ഇതങ്ങനെയല്ല കേട്ടോ, അത് പറഞ്ഞൊരു പ്രത്യേകത ഉള്ള കറിയാണ്. മുഴുവൻ കാണും കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ വഴുതിനിങ്ങ ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നോക്കും, പച്ചമുളകും വെണ്ടയ്ക്കും വഴുതിനങ്ങി അരിഞ്ഞു വെച്ചോളൂ. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉണ്ടാക്കണുള്ളൂ. ഇത്ര സാധനമേ ആവശ്യമുള്ളൂ. ഇനി കുറച്ച് ചെറിയ സാധനങ്ങളെ ആവശ്യമുള്ളൂ. പക്ഷേ വെളിച്ചെണ്ണ വേണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ. പിന്നെ ഇതുപോലെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. അപ്പോൾ ഈ കഷ്ണം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്തി കൊടുക്കാട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾക്കും അറിയുന്ന ടിപ്സ് അല്ലേ. ഇത് നോക്കൂ, ഇപ്പോൾ നമ്മുടെ കഷ്ണത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ ബ്രൗൺ ആയി വന്നു തുടങ്ങി. കണ്ടോ, വഴുതിനങ്ങയുടെയും വെണ്ടയ്ക്കടിയൊക്കെ ഓരോ ഭാഗം കുറേശ്ശെ ഇങ്ങനെ കണ്ടോ ഇതുപോലെ ആയി വരും. അപ്പോൾ നമ്മളുടെ പിന്നെ നല്ല മണം വരും കേട്ടോ, അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ഈ മണം വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് നിങ്ങളുടെ കറിക്ക് എത്രയാണോ വെള്ളം വേണ്ട അതിനനുസരിച്ച് ഒഴിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി കുറച്ച് കേട്ടോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടി ഇടാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതെല്ലാം ഇടണം. ഇനി കുറച്ച് കായപ്പൊടി കൂടി ഇടണം കേട്ടോ. ഇതിലൊരു സാധനം കൂടി ചേർക്കാനുണ്ട് ലാസ്റ്റ്, അത് മെയിനാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വറുത്തിടണതിൻ്റെ ഒരു സ്പെഷ്യലാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ, കുഞ്ഞ് വീഡിയോ ആണ്, വേഗം തീരും. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമുക്കിത് മൂടി വെച്ച് വേവിക്കാട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് മിക്സായി വരട്ടെ. നോക്കൂ, ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായി കുറച്ചും കൂടെ ഒന്ന് വേകണം. നമുക്കൊന്നും കൂടെ അടച്ചു വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊരു സ്പെഷ്യലാണ് വറുത്തിടലെന്ന്. വറുത്തിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ വറുത്തിടാൻ സാധനമൊക്കെ ഒന്നുമില്ല, കുറച്ച് നല്ലോണം വറ്റൽമുളക് വേണം, പിന്നെ കുറച്ച് കടുകും വേണം. വെളിച്ചെണ്ണയിൽ വറുത്തിടണം, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ വറുത്തിട്ട ശേഷം ഈ വറുത്തിനെ നമ്മുടെ കറിയിലിട്ടിട്ട് കറി നന്നായിട്ട് തിളപ്പിക്കണം അടച്ചു വെച്ചിട്ട്. അതിൻ്റെ മണമൊക്കെ അതിലേക്ക് ഇറങ്ങണം. പിന്നെ നമ്മുടെ ഈ വറ്റൽമുളക് ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം, വെന്തിട്ട് കേട്ടോ. അതാണ് ഈ കറിയുടെ സ്പെഷ്യൽ ടേസ്റ്റും മണവും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നോക്കും, ഇതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൂടെ വേവിച്ചാൽ മതി. അത് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ ആ ചൂടിൽ തന്നെ കടന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകും. അത് നല്ല മണമാണ് കേട്ടോ ഈ കറിക്ക്. നല്ല ചൊടിയുള്ള കറിയാണ്. ഇത്തിരി മതി കഴിക്കാൻ. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഈ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം നമുക്ക് ശർക്കര ചേർത്ത് വെല്ലം കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ. ശർക്കര ഒരു പൊട്ട് ശർക്കര ചേർത്തണം. പുളിയുള്ള കറിയല്ലേ, അപ്പോൾ പുളി ഒന്ന് ബാലൻസ് ആവാനാണ്. അപ്പോൾ മറക്കാതെ ഒരു ചെറിയ പൊട്ട് വെല്ലം ഇട്ടുകൊടുത്തോളൂ. ഇതാണ്ടോ, ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഈ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ മുളകൊക്കെ ഉള്ളിലേക്ക് താഴ്ന്നു പോകും കേട്ടോ, സോഫ്റ്റായിട്ട്. അപ്പോൾ നല്ല മണവും ചൊടിയുമുള്ളൊരു കറിയാണ്. അപ്പം ഈ കറി നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കൂട്ടുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടുള്ളൂ. നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് പാകമാണോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയിലെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്, പാകമാണ്, നല്ല മണമൊക്കെ ഉള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ ചട്ടി അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം. ഇനി അത് ആ ചട്ടിയിലിരുന്നിട്ട് ഒന്നുകൂടി കുറുകി നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ നല്ല രസമാണ് ചോറും തൈരിൻ്റെയും കൂടി കഴിക്കാൻ. ഈ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളിത് വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങി ഞാൻ ഈ പഴയകാല വിഭവങ്ങൾ ഇടുന്ന കാരണം എനിക്ക് എൻ്റെ റിലേറ്റീവ്സൊക്കെ ഇതുപോലത്തെ കറികൾ റെസിപ്പിയൊക്കെ അയച്ചു തരും. അങ്ങനെ കിട്ടിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനിയും കിട്ടിയിട്ടുണ്ട് കുറേ റെസിപ്പികൾ, ഞാൻ വീഡിയോ ആയിട്ട് വരാട്ടുള്ളൂ. അപ്പോൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കില്ലേ, എന്തായാലും ഉണ്ടാക്കി നോക്കൂ. മെഴുകറി കേട്ടോ. എനിക്കൊന്ന് കുറച്ച് മെഴുക്ക് പുരട്ടയുടെയൊക്കെ സംഗതികളൊക്കെ ആയ കാരണമായിരിക്കണം ഇതിന് മെഴുകറി എന്ന് പേര്. നല്ല തൈരും ചോറും ഈ കൂട്ടാനും കൂട്ടിയിട്ട് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.